കുറച്ച് നാളുകളായി ട്രംപും അമേരിക്കയും എന്താണ് പറയുന്നത്? ഇടക്കാലത്ത് പറയും താൻ വിളിച്ച് മോദിയെ ഭീഷണിപ്പെടുത്തിയെന്ന് ട്രംപ് പറയും. ഇപ്പോൾ പറയുകയാണ്, അമേരിക്ക പറയുന്നു ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ മോദി ഇടപെടണം. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ മോദിയാണെന്ന രീതിയിലുള്ള പ്രസ്താവനകളും വരുന്നുണ്ട്. ഒരു ഭാഗത്ത് ഭീരുവാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഭാഗത്ത് വില്ലനാക്കാൻ ശ്രമിക്കുന്നു. അമേരിക്ക ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീജിത്ത്, നമുക്ക് ഈ സിറ്റുവേഷൻ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് കൈകാര്യം ചെയ്യാം. ഇപ്പോൾ ശ്രീജിത്ത് ഇവിടെയുള്ള അമരം എന്ന് പറയുന്ന കടയിൽ നിന്ന് ആഹാരം കഴിക്കും. അമരത്തിലെ ആൾക്കാരുമായിട്ട് ഞാൻ നേരത്തെ ഒരു ഉടക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അമരത്തിൽ ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ശ്രീജിത്തിനോട് പറയുന്നു, ശ്രീജിത്തെ അമരത്തിൽ പോകരുത്. അമരത്തിൽ പോകാതെ ശ്രീജിത്തിന് വേണമെങ്കിൽ പിന്നെ 30 രൂപ മിനിമം ചാർജ് ഓട്ടോറിക്ഷയ്ക്കും കൊടുത്തു വേണം അടുത്ത സ്ഥലത്തേക്ക് ഊണ് കഴിക്കാൻ പോകാൻ. അപ്പം ഞാൻ പറഞ്ഞാൽ ശ്രീജിത്ത് കേൾക്കുമോ? ഞാൻ പറയുകയാണ്, ശരി അവിടുന്ന് കഴിക്കരുത്, കാരണം ഞാനുമായിട്ട് ഉടക്കുണ്ടാക്കി തരാം, അവിടുന്ന് ഊണ് വാങ്ങിക്കരുത് എന്ന് പറഞ്ഞാൽ ശ്രീജിത്ത് കേൾക്കുമോ? കേൾക്കണോ? അത് ഞാൻ പറയാൻ പാടുണ്ടോ? വിവരമുള്ളവരാണെങ്കിൽ ഞാൻ പറയുമോ? കാരണം ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ രാജ്യത്തെ സ്വതന്ത്രനായിട്ടുള്ള ഒരു പൗരനാണ്. ഞാനും ഒരു സ്വതന്ത്രനായിട്ടുള്ള പൗരനാണ്. അങ്ങനെ ശ്രീജിത്തിൻ്റെ മേലെ എനിക്ക് യാതൊരു അവകാശവും ഇല്ല അത് പറയാൻ. വേണമെങ്കിൽ സുഹൃത്തെന്ന നിലയിൽ റിക്വസ്റ്റ് ചെയ്യും, കമാൻഡ് ചെയ്യാൻ ഒരു അധികാരവും ഇല്ല. കാരണം ആ കാര്യത്തിൽ ശ്രീജിത്തിൻ്റെ ബോസല്ല ഞാൻ പറഞ്ഞാൽ അനുസരിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ മര്യാദക്കാരനാണെങ്കിൽ ഉണ്ടായിരിക്കും. പക്ഷേ ട്രംപ് മര്യാദക്കാരനല്ലാത്തത് കൊണ്ട് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കണം നിർത്തണം എന്ന് പറയും. ഇയാൾ ആരാ പറയാൻ? ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക്, പരമോന്നത രാഷ്ട്രമാണ്, പരമാധികാരമുള്ള രാഷ്ട്രമാണ്, ഈക്വൽ ടു ഈക്വൽ. പണ്ട് അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ, ലോക ജേതാവായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അലക്സാണ്ടറോട് പൗരുഷത്തോടു കൂടി മുട്ടിയ പുരൂരവസ് രാജാവിൻ്റെ മണ്ണ്, ഈ മണ്ണിലാണ് കളിക്കുന്നത്. ഒരു ചെറു നാട്ടുരാജ്യത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് അന്തസ്സായിട്ട് പുരൂരവസ് അലക്സാണ്ടറെ വെള്ളം കുടിപ്പിച്ചു. വലിയ സന്നാഹവുമായിട്ട് വന്നിട്ടുള്ള അലക്സാണ്ടറെ, അതാണ് ഇന്ത്യ. എന്തുകൊണ്ടായിരിക്കും അമേരിക്ക അങ്ങനെ പറയുന്നത്? യുക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധമാണെന്ന്. ഈ സ്വന്തം പരാജയം മൂടി വെക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മുടെ ഒരു മഹാനുണ്ടല്ലോ, നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള് എങ്ങനെ ആദ്യം EVM മെഷീനെ, എങ്ങനെ രണ്ടാമത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ അലഞ്ഞു നടക്കുന്നു ബീഹാറിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്വന്തം പരാജയത്തിന് മറ്റൊരാളുടെ മേൽച്ചാടി പഴിചാരുക എന്നുള്ളൊരു കാര്യമാണ്. പാസിംഗ് ദി ബക്കറ്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ ചൊല്ലുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഒരു സംഭവമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ ബ്ലെയിം ഗെയിം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കുറ്റം കൊണ്ടാണ്. ഒരു ദിവസം കൊണ്ട് നിർത്താമെന്നും പറഞ്ഞ് അധികാരത്തിലേറിയ മഹാനാണ്. ആ ജനങ്ങളോടുള്ള വാഗ്ദാനം നിറവേറ്റിയില്ല എന്ന് മാത്രമല്ല, ഈ നൊബേൽ സമ്മാനം കിട്ടാത്തതിൻ്റെ നിരാശതയിൽ ഈ മനുഷ്യന് തലയ്ക്ക് വെളിവ് കെട്ടോ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി കസേര കിട്ടാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വെളിവ് കെട്ടതുപോലെ ഒരു സംഭവം ഇപ്പോൾ ട്രംപിന് സംഭവിച്ചിരിക്കുന്നു. വെളിവുള്ള മനുഷ്യരാരും ഇങ്ങനെ ഇന്ത്യ വാങ്ങിക്കാത്തത് കൊണ്ടാണ് യുദ്ധം നടക്കുന്നത് പറയത്തില്ല. ഇന്ത്യ വാങ്ങിക്കുന്നത് നിങ്ങളെപ്പോലെ മറ്റു രാജ്യങ്ങൾക്ക് ആയുധം കൊടുത്തുകൊണ്ടല്ല. റഷ്യക്ക് എന്ത് ആയുധമാണ് ഇന്ത്യ കൊടുത്തിട്ടുള്ളത്? ഇന്ത്യ റഷ്യയുടെ ആയുധം വാങ്ങിക്കുക, അത് നമ്മുടെ ആവശ്യമാണ്. കാരണം പാകിസ്ഥാനെ നിങ്ങൾക്ക് നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല. ഞങ്ങളുടെ യുദ്ധമായത്. ഞങ്ങൾ പറഞ്ഞോ പാകിസ്ഥാനെ നിങ്ങൾ നിലയ്ക്ക് നിർത്തുന്നില്ലെന്ന്? അസീം മുനൂറിന് അവിടെ ചാപ്പാട് കൊടുത്ത് നിങ്ങൾ മൂരിക്കുട്ടനാക്കി മാറ്റുകയാണെന്ന് പറഞ്ഞോ? അതെല്ലാം പോകുന്നത് ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രസ്താവനകളും ആക്രമണങ്ങളും നടത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ F-35 വിമാനം, നിങ്ങൾ എത്ര കോടിയുടെ $60 ബില്യൺ ധനസഹായവും അല്ലേ നിങ്ങൾ F-35 സീരീസിൽ ഉൾപ്പെടെ ഉള്ള വിമാനങ്ങളും അല്ലേ നൽകിയത്? നിങ്ങളുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത ഉസാമ ബിൻ ലാദനെ ഒളിപ്പിച്ച് താമസിച്ചവർക്ക് നേരെ ഒരു ചെറുവിരൽ അനക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. എന്നിട്ട് അവരെ ഇങ്ങനെ കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുക. പാമ്പിന് പാല് കൊടുക്കുന്നു, വിഷപ്പാമ്പിന് പാല് കൊടുക്കും, വിഷസർപ്പത്തിന് പാല് കൊടുക്കുന്നത് പോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് അതിന് അവകാശം ഉണ്ടെങ്കിൽ പിന്നെ റഷ്യ എന്ന് പറയുന്നത് ഞങ്ങളുടെ സൗഹൃദ രാജ്യമാകുമേ. നിങ്ങൾ പണ്ട് ബംഗ്ലാദേശുമായിട്ട് ഞങ്ങൾ യുദ്ധം നടത്തിയപ്പോൾ നിങ്ങൾ 7ാം കപ്പൽ പടയും കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തിയല്ലോ ഞങ്ങളെ. അന്ന് ഞങ്ങളെ സഹായിച്ചത്, അന്ന് സെക്യൂരിറ്റി കൗൺസിൽ ഞങ്ങൾക്ക് വേണ്ടി വീറ്റോ ചെയ്തത് ഈ റഷ്യയിൽ നിന്ന് വാങ്ങരുതെന്ന് പറയാൻ നിങ്ങൾ ആരാ? ഞങ്ങളുടെ യജമാനോ? ഞങ്ങൾ നിങ്ങളുടെ അടിമയോ? പോയി പണി നോക്കുക എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, അത് തന്നെയാണ് ഇന്ത്യയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ നയം. രാഹുൽ ഗാന്ധിയുടെ നയം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അതാണ് ഇന്ത്യയുടെ വിജയം. അമേരിക്കയുടെ കാര്യത്തിൽ വന്നപ്പോൾ 2 യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. 2 യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നു, അതവിടെ കിടക്കുന്നേ ഉള്ളൂ.
ഇനി അത് സാധിക്കാത്തത് കൊണ്ടുള്ള ഒരു മനപ്രയാസമായിരിക്കുമല്ലേ? തലയ്ക്ക് വെളിവില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ തലയ്ക്കുള്ള വെളിവൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നേ. അതങ്ങനെയുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉള്ളത്, ഇസ്രായേലിനെ പോലും നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല. ഞാൻ ഇന്ത്യയും 2 ശക്തമായ രാഷ്ട്രങ്ങളെ ഞാനിങ്ങനെ പറഞ്ഞു നിർത്തിച്ചു. അതിന് പറഞ്ഞ കാരണം അതാണ്, അതിൻ്റെ ലോജിക്ക് ഏറ്റവും നഷ്ടമാവുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. പറഞ്ഞിരിക്കുന്നത് വലിയ രസകരമായ കാര്യമാണ്. പറഞ്ഞിരിക്കുന്നത് ഞാൻ ചുങ്കം ഏർപ്പെടുത്തും വ്യാപാരത്തിൽ നിന്നാണ് പറഞ്ഞത്. ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഇന്ത്യ പിൻവാങ്ങി യുദ്ധത്തിൽ നിന്ന്. സാമാന്യ ബോധം, കോമൺ സെൻസ് എന്ന് പറയുന്നത് ഇല്ലാത്ത ആളാണോ അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആൾ? കഷ്ടം തോന്നുക. നിങ്ങൾ 25% ആദ്യം എടുത്തു, ഇന്ത്യ വെണ്ടിയോ? വീണ്ടും 25 കൂടെ അടിച്ചേൽപ്പിച്ചു. പുല്ലുപോലെ തള്ളിക്കളഞ്ഞില്ലേ ഇന്ത്യയെ? പെട്രോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി അല്ല നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, നിങ്ങളുടെ പാട് നോക്കി പോകും. നിങ്ങളെ ഇഗ്നോർ ചെയ്തു ഇന്ത്യ. ഇതിപ്പരം ഒരു ആക്ഷേപം അമേരിക്ക, ലോകനാഥൻ എന്ന് പറയപ്പെടുന്ന അമേരിക്കയ്ക്ക് അനുഭവപ്പെടാനുണ്ടോ? നാണം കെട്ടില്ലേ നിങ്ങൾ? നാണം കെട്ടില്ലേ? പിന്നെ നിങ്ങൾ പറയുന്നു യുദ്ധം നിർത്തി. എവിടെ യുദ്ധം നിർത്തി? ഞങ്ങൾ കഴിഞ്ഞ ദിവസവും 2 പേരെ കാശ്മീർ അതിർത്തിയിലേക്ക് കയറാൻ ശ്രമിച്ച 2 പാകിസ്ഥാൻകാരെ ഞങ്ങൾ കൊന്നു. എവിടെ യുദ്ധം നിർത്തി? നിങ്ങൾ പറയാം യുദ്ധം നിർത്തിയെന്ന്. എപ്പോഴും ആക്റ്റീവായിട്ട് നമ്മളിരിക്കുക. അവർ കീഴടങ്ങിയത് കൊണ്ട് നമ്മൾ ഉണ്ടായിരിക്കുന്നു. കീഴടങ്ങുന്ന രാജ്യങ്ങളുടെ പുറകിൽ നിന്ന് വെടിവെക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശീലമല്ല. നേരോട് നേർ, നെഞ്ചോട് നേർ, നെഞ്ചോട് നെഞ്ച് നിന്ന് പോരാടും ഇന്ത്യൻ പട്ടാളക്കാർ. അതാ അവരുടെ ധൈര്യം. ചുണയുണ്ടോ? എന്താ ഒരു ഭീകരാക്രമണം പിന്നെ വരാത്തത്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ലൈവായിട്ട് കിക്കിംഗ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ മിടുക്കൊന്നുമില്ല ഇതിൽ. യുദ്ധം നിർത്തി. നിങ്ങൾക്ക് നൊബേൽ സമ്മാനം വേണമെങ്കിൽ അത് വാങ്ങിച്ചു. അത് ഈ കെയർ ഓഫി വേണ്ട, കള്ളവും പറഞ്ഞുകൊണ്ട് വേണ്ട കേട്ടോ. നിങ്ങളൊരു കുന്തവും ഇതിനകത്ത് ചെയ്യില്ല. ജോർജ് വാൻസാ പറഞ്ഞ ഭയങ്കര യുദ്ധം ഒരു നടത്തുമെന്ന് പറഞ്ഞ ഇന്ത്യ മോദിയെ പേടിപ്പിക്കാൻ വന്നോട്ടെ, നമ്മളത് കണ്ടോളാം, നേരിട്ടോളാം, അതിനും വലിയ യുദ്ധം കൊണ്ട് ഞങ്ങൾ നേരിട്ടോളും എന്നാണ് പറഞ്ഞത്. നേരിടുകയും ചെയ്ത് നിങ്ങൾ കൊടുത്ത ഒരു ആണവ സപ്ലൈ അവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് യുദ്ധം നിർത്തിയത്. അതല്ലേ അതിൻ്റെ സത്യം? നിങ്ങൾ എത്ര നാൾ ഈ കള്ളം പറഞ്ഞുകൊണ്ട് ആളെ പറ്റിക്കും? നിങ്ങളുടെ ഏബ്രഹാം ലിങ്കനാണ് നിങ്ങളുടെ പ്രസിഡന്റായിരുന്ന ഏറ്റവും വിശ്രുതനായ ഏബ്രഹാം ലിങ്കൺ തന്നെയാണ് പറഞ്ഞത്, എല്ലാവരെയും എല്ലാ കാലവും കുറച്ചു പേരെ കുറെ കാലവും നിങ്ങൾക്ക് എല്ലാവരെയും കുറച്ചു കാലവും കുറച്ചുപേരെ എല്ലാ കാലവും നിങ്ങൾക്ക് വിഡ്ഢികളാക്കാൻ പറ്റും. പക്ഷേ എല്ലാവരെയും എല്ലാ കാലവും വിഡ്ഢികളാക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞത് ഭൂലോക വിഡ്ഢിത്തമാണ്. ജോക്ക് ഓഫ് ദി ഇയർ ആണ്, ബ്ലണ്ടർ ഓഫ് ദി ഇയർ ആണ്. ഒരു സംശയമില്ല. ആളുകൾ ചിരിക്കും നിങ്ങൾ പറയുന്നത് കേട്ട്. അതോടൊപ്പം തന്നെ ഈ അമേരിക്ക പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ട്? ഡൽഹിയിലൂടെ മാത്രമേ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നത്? അല്ല, അന്നും നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ട് ഇയാൾ പ്രസിഡന്റ് ആവുന്നതിൻ്റെ തലേദിവസം പറഞ്ഞാൽ നാളെ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു. അന്നേരം പറയും എന്താ നിങ്ങൾ ഇന്ത്യയോട് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഈ കമാൻഡ് പറയുമ്പോഴാണ് നമ്മൾ അനുസരിക്കാത്തത്. നമ്മളല്ലെങ്കിൽ ആലോചിക്കാം. ഇന്ത്യൻ പാർലമെൻറ്റ് ആലോചിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നത് നിർത്തണമെന്നിങ്ങനെ ട്രംപ് പറയുന്നു. എന്താണ് നമ്മളിതിൽ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചേനെ. അല്ലാതെ കയറി കമാൻഡറായിട്ട് ഇരുന്നുകൊണ്ട് കമാൻഡ് ചെയ്യാനേ നിങ്ങളുടെ സാമന്തരാജ്യമൊന്നും അല്ല, നിങ്ങളുടെ സഹായമൊന്നും ഇല്ലാതെ ഇപ്പോൾ സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ബംഗ്ലാദേശ് യുദ്ധകാലത്ത് റിച്ചാർഡ് നിക്സന്റെ കാല് പിടിച്ചുകൊണ്ട് കത്തെഴുതിയിട്ടുണ്ട്. അവരുടെ അച്ഛൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ജോൺ എഫ് കെന്നഡിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർ ഞങ്ങളുടെ വിമാനത്താവളങ്ങളും ആക്രമിച്ചു കൊണ്ടുവരികയാണ്, ദയവായിട്ട് നിങ്ങൾ ഇടപെടണം, സഹായിക്കണമെന്ന് കാല് പിടിച്ചിട്ടുണ്ട്. മോദി നിങ്ങളുടെ കാല് പിടിച്ചിട്ടില്ല. സ്വന്തം ആത്മനിർഭര ശക്തി കൊണ്ട് അവരുടെ ബ്രഹ്മോസ് മിസൈലുകൾ കൊണ്ടും സുദർശന ചക്രം ഇനിയും സാക്ഷാത്കരിക്കാൻ പോകുന്ന സുദർശന ചക്രം എന്ന് പറയുന്നത് അയൺ ടോംബ് എങ്ങനെ ഇസ്രായേലിനെ രക്ഷിച്ചു അതുപോലെ ഇന്ത്യയെ രക്ഷിക്കാനും പോവുകയാണ്. ഒരു അമേരിക്കയെയും ഒരു റഷ്യയെയും ഒന്നും മാത്രമല്ല, നിങ്ങൾ നോക്കൂ, 2038 നിങ്ങളുടെ സ്ഥാനം ഇന്ത്യ കവരാൻ പോകുക, ലോകത്തിലെ നമ്പർ 1 സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ പോവുകയാണെന്ന് നിങ്ങളുടെ രാജ്യത്തുള്ള ഏൺസ്റ്റ് ആൻഡ് യങ് എന്നുള്ള ഏജൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. 2038 വെല്ലുവിളിക്കുന്നു. തടയാൻ കഴിയുമോ നിങ്ങൾക്ക്? പിന്നെ നിങ്ങളിരുന്നുകൊണ്ട് ഇന്ത്യയെ കൺട്രോളിലാണെന്നൊക്കെ പറയുന്നത് 8 കാലി മാമൂഞ്ഞ് പറഞ്ഞതുപോലെ ഓടുള്ള വയറ്റിലുണ്ട്, അതിൻ്റെ ആൾ ഞമ്മളാ എന്ന് പറയുന്ന പോലുള്ള വങ്കത്തരമാണ്, പുങ്കത്തരമാണ്. നിങ്ങൾ പുങ്കനും വങ്കനും അല്പനുമാണ്. നിങ്ങൾ ട്രംപായിട്ട് നിൽക്കൂ.